എഴുന്നേറ്റ് 5 മണിയായപ്പം രേണു വിളിച്ചു നോക്കിയില്ലേ? 5 മണിയായപ്പോഴല്ല, ഞാൻ എഴുന്നേറ്റ് 6:30 ആയപ്പോഴാണ് എഴുന്നേറ്റ്. 4 ആയപ്പോൾ വിളിക്കാൻ തോന്നിയില്ല എനിക്ക്. എന്തോ കൈയുണ്ട്. എന്നിട്ട് എന്തോ എനിക്ക് തോന്നിയില്ല. 5 മണിക്ക് നിങ്ങളുടെ അടുത്ത് പിക്ക് ചെയ്യാൻ വരണം എന്നല്ലേ പറഞ്ഞു. അപ്പൊ ഉറങ്ങിപ്പോയി. ഉറങ്ങി 6:30 7 ഞാൻ എഴുന്നേറ്റ് ഉടനെ വിളിച്ച സൂചിച്ചേട്ടനെ പറഞ്ഞു. അപ്പൊ ഉറങ്ങിപ്പോയി. ഉറങ്ങി 6:30 7 ഞാൻ എഴുന്നേറ്റ് ഉടനെ വിളിച്ചത് സൂചിച്ചേട്ടനെ. ബെല്ലടിക്കുന്നുണ്ട്. ബെല്ലുണ്ട്. പക്ഷെ ആ ഫോൺ ഇതുവരെ നന്നാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കൊടുത്തു നോക്കി കടയില്, അതുപോലെ അത് തകർന്നു പോയി. പക്ഷെ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. വണ്ടി കയറി പൊട്ടിയ 15 ആണ്. ഫുൾ നാശമായി. ഇത് ഫുൾ ശരിയാക്കി കൊടുക്കാൻ പറ്റും. ഇത് ഫുൾ ശരിയാക്കാൻ പറ്റും. ഇതിന്റെ ബാക്ക് ഗ്ലാസ്, ക്യാമറ ലെൻസ് എല്ലാം മാറി പുത്തൻ iPhone 15 ആക്കാൻ പറ്റും. കർവ് ഡിസ്പ്ലേ ശരിയാക്കാൻ പറ്റും. കർവ് ഡിസ്പ്ലേയുടെ ഗ്ലാസ് മാറും, ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യും, ഫ്ലെക്സ് ബോണ്ട്, സ്ട്രിപ്പ് ബോണ്ട് തുടങ്ങിയ എല്ലാ പരിപാടികളും ചെയ്യും. കൊറോണ ടൈമിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു ഇഷ്യൂ വന്നായിരുന്നു സൂചിച്ചേട്ടന്. ഒരു സാമ്പത്തികമായിട്ടുള്ള കടത്തിന്റെ പ്രശ്നമൊക്കെ വന്നായിരുന്നു. വൈഫിന് ഒരു മെന്റലി ഡിപ്രഷൻ ഉണ്ട് പുള്ളിക്കാരിക്ക്. അത് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പ്രസവത്തിൽ സംഭവിച്ചു പോയാണ്. അപ്പം അത് ഓവറായിട്ടുള്ള ടെൻഷൻ പുള്ളിക്കാരിക്ക് പറ്റൂല. അതിൻ്റെ ടാബ്ലറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം പറഞ്ഞാൽ മതി. കാരണം എനിക്ക് സൂചിച്ചേട്ടൻ ഇല്ലാണ്ട് പറ്റത്തില്ല, ചിന്തിക്കാനേ പറ്റുന്നില്ല. പുള്ളിയോട് സംസാരിക്കാണ്ട്, അല്ലാതെ 5 വർഷമായിട്ട് അങ്ങനെയായിരുന്നു ഞങ്ങൾ. പുള്ളിയോട് മിണ്ടാണ്ട് എനിക്ക് പറ്റത്തില്ല. ചോദിച്ചു, ചേച്ചി ബോഡി ഇങ്ങോട്ടാണോ കൊണ്ടുവരുന്നത് കൊല്ലത്തോട്ടാണോ എന്ന്. സത്യം പറഞ്ഞ അപ്പോഴാ ഞാൻ അറിയുന്ന ആള് പോയെന്ന്. ഒരുമാതിരി ഒരു കിളി പോയ പോലെ ആയിപ്പോയി തലേന്ന്. ഇങ്ങനെ ബോഡി ഇങ്ങോട്ടാണോ കൊണ്ടുവരുന്നത് കൊല്ലത്തോട്ടാണോ എന്ന്. സത്യം പറഞ്ഞ അപ്പോഴാ ഞാൻ അറിയുന്ന ആള് പോയെന്ന്. ഒരുമാതിരി ഒരു കിളി പോയ പോലെ ആയിപ്പോയി തലേന്ന്. ഇങ്ങനെ സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ചേച്ചിയുടെ ഡ്രസ്സിങ്ങിൽ ഭയങ്കര ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അദ്ദേഹം എന്നിൽ നിന്ന് പോയിട്ടില്ല. നീ ആരെ എന്റെ പൊന്ന സുഹൃത്തുക്കളെ, ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല. നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ ഓടും. അതുപോലത്തെ ഒരു സ്മെല്ലാണത്. കുളിക്കുന്നതിനൊക്കെ മുന്നേ ഷർട്ട് ഊരിയിടത്തില്ലേ, അതിന്റെ ആ ഒരു വിയർപ്പും ബ്ലഡ് എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ്. അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്തടിച്ചോണ്ട് കഴുകിട്ടിരുന്നാ മതി. ആള് ചോറ്, മീന്, എന്തൊക്കെയുണ്ട് സ്പെഷ്യൽ കറി എല്ലാം കിച്ചുവിനും എൻ്റെ വീട്ടുകാർക്ക് അറിയാവുന്ന സ്പെഷ്യൽ കറികൾ ഉണ്ടാക്കി എനിക്കും കിച്ചുവിന് ആദ്യം കൊടുക്കും, അല്ലെങ്കിൽ എനിക്ക് ആദ്യം തരും. ഞങ്ങൾക്ക് 2 പേർക്കും എൻ്റെ വീട്ടുകാർക്ക് വിളമ്പി തന്നിട്ടാണ് അദ്ദേഹം കഴിക്കുന്നത്. ഞാൻ സംഗീതം, പാചകം അതുകൊണ്ടൊന്നുമല്ല മുത്തശ്ശി, ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തില് ഇതുവരെ കഴിച്ചിട്ടില്ല. എന്തൊരു സ്വാദ്! സൂചിച്ചേട്ടൻ കഴിക്കണില്ലേ? കഴിക്കുമ്പോട്ടെ, കുറച്ച് കഴിയട്ടെ കേട്ടോ. ഇത് കിട്ടോ കഴിക്കാനൊരു കൊതിയായിട്ടാ. കാപ്പി കൊണ്ട് തന്നിട്ട് ബിസ്ക്കറ്റ് പൊട്ടിച്ചു തരും. പട്ടി ബിസ്ക്കറ്റോ? വെറുതെ അല്ല പെണ്ണുകിടന്ന് കുരക്കണത്. സോ ഈ വീട്ടിൽ സുധീലയത്തിൽ വന്നിട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടേ ഇല്ല സൂചിച്ചേട്ടനെ. ഈ തേപ്പെന്ന് പറയുന്നത്, ഈ വീട് തേച്ചിരിക്കുന്നത് സിമെന്റും മണലും ഇല്ലാതെയാണ്. സിമെന്റും ഒരു മാസത്തിന് മുന്നേ ഞാൻ ഇത്രയും ദിവസമായിട്ട് സൂചിച്ചേട്ടൻ സ്വപ്നം കാണുന്നില്ല. എൻ്റെ മനസ്സിൽ തോന്നിയതാണോ തോന്നിച്ചാണോ എന്നറിയില്ല. ഞാൻ കുറച്ച് ചന്ദനം എടുത്തിട്ടേ എൻ്റെ മനസ്സിൽ തോന്നി. അങ്ങനെ എനിക്കറിയില്ല, ചെയ്യാവോ ഒന്നും അറിയില്ല. ഞാൻ ആ നെറ്റിൽ തൊട്ട് കേട്ടോ. ഒരു ഉച്ച സമയമാണേ, ചുമ്മാ മിണ്ടരുത്, എന്ത് പറഞ്ഞാലും മിണ്ടാതെന്ന് കേട്ടോണം. തൊട്ടിട്ട് ഞാൻ ആ മുറിയിൽ പോയി കിടന്നു. ഉച്ച സമയം എൻ്റെ അടുത്ത് സ്വപ്നത്തിൽ വന്നു. ഇതൊക്കെ എന്ത്? പുതുവർഷം കാണാൻ കവിളേറുന്ന നാളത്തെ നേരം കേൾക്കാൻ ഇയാൾക്ക് എന്താണ് വയ്യേ? ണല്ലോ എല്ലാരും തന്നെ ലാലട്ടന്റെ പടം ചോട്ടായി മുമ്പേ തിയേറ്ററിൽ നാളെ ജൂൺ 6
അറിയേരമ്മേരാട്ടുകുട്ടി മണി എന്റെ മേരെ സോപ്പ് പട്ടി അറിയേരമ്മേരാട്ടുകുട്ടി മണി എന്റെ മേരെ സോപ്പ് പട്ടി ആട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന് കുട്ടപ്പട്ടി